നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് തൃശൂർ ജില്ലയിൽ മാളയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന അഷ്ടമിച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. പരശുരാമ പ്രതിഷ്ഠിതമായ 108 ശിവാലയങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു അതിപുരാതനമായ ഒരു ക്ഷേത്രമാണിത്. ഇവിടെ 3 ശിവലിംഗ പ്രതിഷ്ഠകളുണ്ട്. 2 നാലമ്പലത്തിനകത്തും 1 പുറത്തും. അതിപുരാതനമായ ഈ ക്ഷേത്രത്തെയും കുറിച്ച് പറയുവാനായി കൈലാസനാഥൻ തന്നെ വാക്കുകൾ നൽകി അനുഗ്രഹിക്കട്ടെ. തൃശൂർ ജില്ലയിൽ മാളയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന അഷ്ടമിച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ്. പരശുരാമ പ്രതിഷ്ഠിതമായ 108 ശിവാലയങ്ങളെ പ്രതിപാദിക്കുന്ന ശിവാലയ നാമ സ്തോത്രത്തിൽ 79ാമതായി ഈ ക്ഷേത്രം പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. കുറച്ച് താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്ന സാമാന്യം വിസ്തൃതമായ ക്ഷേത്രഭൂമിയും ലളിത സുന്ദരമായ ക്ഷേത്ര നിർമ്മിതിയും പടിഞ്ഞാറ് ഭാഗത്തുള്ള അതിബൃഹത്തായ ക്ഷേത്ര ചിറയും കിഴക്ക് ദർശനമായി നിലകൊള്ളുന്ന അതിപുരാതനമായ ഈ ശിവക്ഷേത്രവും ശാന്തസുന്ദരമായ ഈ ഗ്രാമവുമെല്ലാം കണ്ണിനും മനസ്സിനും ആനന്ദം നൽകുന്ന കാഴ്ചകളാണ് പ്രഥമ ദർശനത്തിൽ തന്നെ പങ്കുവയ്ക്കുന്നത്. അഷ്ടമൂർത്തിയായ മഹാദേവൻ കുടികൊള്ളുന്ന ഈ പുണ്യഭൂമിയും ക്ഷേത്ര ചിറയും ചേർന്ന അഷ്ടമൂർത്തി ചിറയാണ് അഷ്ടമിച്ചിറയായത് എന്നും പറയപ്പെടുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെ 8 മൂർത്തികളുടെ സാന്നിധ്യമാവാം അഷ്ടമിച്ചിറ എന്ന സ്ഥലനാമത്തിന് പിറകിൽ എന്നും ഒരു വാദമുണ്ട്. ഈ പ്രദേശത്തും അടുത്തുമായി സ്ഥിതി ചെയ്യുന്ന 8 ചിറകളുടെ സാന്നിധ്യവും അഷ്ടമിച്ചിറ എന്ന സ്ഥലനാമത്തിന് പിറകിലുണ്ട് എന്നും ചില ഭക്തജനങ്ങൾ പറഞ്ഞറിഞ്ഞു. തെക്കും തേവർ, നടുവിൽ തേവർ, വടക്കും തേവർ എന്നീ 3 നാമങ്ങളിൽ 3 ശിവലിംഗ പ്രതിഷ്ഠകളിലായിട്ടാണ് കൈലാസനാഥൻ ഈ പുണ്യപുരാതന ക്ഷേത്രഭൂമിയിൽ കുടികൊള്ളുന്നത്. തെക്കും തേവർക്കും നടുവിൽ തേവർക്കും മുമ്പിലായി നാലമ്പലത്തിലേക്ക് കടക്കുവാൻ 2 കവാടങ്ങളുണ്ട്. കൊടിമരമില്ല. നടുവിൽ തേവർക്ക് മുമ്പിലായി നാലമ്പലത്തിന് പുറത്ത് വലിയ ബലിക്കല്ലുണ്ട്. മുഖമണ്ഡപത്തോടുകൂടിയ ദീർഘചതുരാകൃതിയിലുള്ള അതിബൃഹത്തായ ഇരുനില ചതുര ശ്രീകോവിലാണ് നടുവിൽ തേവർ കുടികൊള്ളുന്നത്. ഈ ശിവലിംഗമാണ് പരശുരാമ മഹർഷി പ്രതിഷ്ഠിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. മുമ്പിലായി ഓടുമേഞ്ഞ തൂണുകളോടുകൂടിയ വലിയ നമസ്കാര മണ്ഡപത്തിൽ നന്ദികേശ്വരൻ തന്റെ പ്രിയപ്പെട്ട സ്വാമിയെ ഇമ വെട്ടാതെ ഏറെ ഭക്തിപൂർവം വീക്ഷിച്ചുകൊണ്ട് വർത്തിക്കുന്നുണ്ട്. പ്രധാന ശ്രീകോവിലിനോട് ചേർന്ന് വലതുവശത്തായി ഒരു ചെറിയ ശ്രീകോവിലിൽ ഗണപതി ഭഗവാൻ കുടികൊള്ളുന്നു. പ്രധാന ശ്രീകോവിലിന്റെ വലതുവശത്ത് തന്നെയുള്ള ചെറിയ വട്ട ശ്രീകോവിലിൽ തെക്കും തേവർ കുടികൊള്ളുന്നു. ഈ ശ്രീകോവിലിലുള്ളത് സ്വയംഭൂവായ ശിവലിംഗമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ മുമ്പിലായി നാലമ്പലത്തിനകത്ത് തന്നെ ഒരു ചെറിയ ബലിക്കല്ലുണ്ട്. നമസ്കാര മണ്ഡപം ഈ ശ്രീകോവിലിന് മുമ്പിലില്ല. നടുവിൽ തേവർക്ക് ഉമാമഹേശ്വര സങ്കല്പമായതിനാൽ പാർവതീദേവിയുടെ പ്രതിഷ്ഠ ഇവിടെ ഇല്ലെങ്കിലും ദേവി ഭഗവാനോടൊപ്പം ഇവിടെ പരിലസിക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം. അതിനാൽ ഇവിടെയാണ് സ്വയംവര പുഷ്പാഞ്ജലിയൊക്കെ നടത്താറുള്ളത്. തെക്കും തേവർ മൃത്യുഞ്ജയ മഹാദേവനായിട്ടാണ് പരിലസിക്കുന്നത്. അതിനാൽ ഇവിടെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിക്കും മൃത്യുഞ്ജയ ഹോമത്തിനുമൊക്കെ പ്രസക്തിയുണ്ട്. ഈ ക്ഷേത്രത്തിലെ ഗണപതി പ്രതിഷ്ഠയ്ക്കും ഒത്തിരി പ്രശസ്തിയുണ്ട്. നാലമ്പലത്തിനകത്ത് തന്നെ ചുറ്റമ്പലത്തിന്റെ ഓരോ അറകളിലായി പടിഞ്ഞാറ്റ് ദർശനമായി ഭദ്രകാളി ദേവിയും കിഴക്ക് ദർശനമായി ശാസ്താവും പരസ്പരാഭിമുഖമായി പരിലസിക്കുന്നു. നാലമ്പലത്തിനകത്തെ കാഴ്ചകൾ ഓരോന്നും തിടപ്പള്ളിയും കിണറും ഉൾപ്പെടെ പൗരാണികതയുടെ ഭംഗി നൽകുന്നുണ്ട്. നാലമ്പലത്തിന്റെ പുറത്ത് പടിഞ്ഞാറ്റ് ദർശനമായി പ്രത്യേക ശ്രീകോവിലിൽ ശ്രീകൃഷ്ണ ഭഗവാൻ കുടികൊള്ളുന്നു. തെക്കുംതേവർക്ക് മുമ്പിൽ തറയിൽ ചെറിയ ഒരു നന്ദികേശ്വര പ്രതിമയുണ്ട്. നാലമ്പലത്തിനു പുറത്ത് വടക്കു ഭാഗത്ത് പ്രത്യേക ശ്രീകോവിലിൽ കിഴക്ക് ദർശനമായ ഒരു ശിവലിംഗ പ്രതിഷ്ഠയുണ്ട്.
വടക്കുംദേവർ എന്നറിയപ്പെടുന്ന ഈ മഹാദേവന് അഘോരമൂർത്തി ഭാവമാണ് എന്നാണ് വിശ്വാസം. ഈ ശിവലിംഗം പണ്ട് ഏതോ ഊരാള കുടുംബത്തിൽ ആരാധിച്ചിരുന്നതാണെന്നും പിന്നീട് ആ കുടുംബം അന്യം നിന്നപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതാവാം എന്നൊക്കെ അനുമാനങ്ങളുമുണ്ട്. ഈ ക്ഷേത്രം ആര് എപ്പോൾ നിർമ്മിച്ചു എന്നതിന് വ്യക്തമായ രേഖകൾ ഒന്നും തന്നെ ഇപ്പോൾ ലഭ്യമല്ലെങ്കിലും കാരുവള്ളി മൂസതിന്റെ ക്ഷേത്രമായിരുന്നു ഇത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ക്ഷേത്ര ചിറയുടെ കാഴ്ച അതീവ അലൗകികം തന്നെയാണ്. ഗംഗാ സാന്നിധ്യം ഈ ചിറയിൽ ഉണ്ട് എന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ ഒരു വേനൽക്കാലത്ത് ഇവിടെ സ്വയംഭൂ ശിവലിംഗത്തിന് അഷ്ടബന്ധ കലശം നടക്കുന്ന ദിവസം തലേന്ന് വരെ വറ്റി വരണ്ട അടിഭാഗം വരെ ദൃശ്യമായിരുന്ന ഈ ക്ഷേത്രച്ചിറ പ്രഭാതത്തിൽ പെട്ടെന്ന് വെള്ളം നിറഞ്ഞു കവിഞ്ഞു ഒഴുകിയ ആ ഒരു ദിവ്യാനുഭവം ഭക്തജനങ്ങൾ ഏറെ അത്ഭുതത്തോടുകൂടി ഭക്തിപൂർവം പങ്കുവെക്കുന്നുമുണ്ട്. തെക്കും ദേവർ, നടുവിൽ ദേവർ, വടക്കും ദേവർ എന്നിങ്ങനെ 3 ശിവലിംഗങ്ങളിലായി പ്രകാശിക്കുന്ന പ്രപഞ്ചപിതാവ് പരമാനന്ദവും ശാശ്വതമായ ശാന്തിയുമാണ് സമ്മാനിച്ചത്. ഈ ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത് ഒരു സർപ്പക്കാവും സ്ഥിതി ചെയ്യുന്നുണ്ട്. 3 ദിവസത്തെ ഉത്സവമായി ശിവരാത്രി പ്രധാന ആണ്ട് വിശേഷമായി ആചരിക്കുന്നു. കലാപരിപാടികൾ, താന്ത്രിക അനുഷ്ഠാനങ്ങളൊക്കെ ആ സമയത്ത് ഇവിടെ നടക്കാറുണ്ട്. തിരുവാതിര, മണ്ഡലകാലം എന്നിവയൊക്കെ പ്രധാനമാണ്. പ്രദോഷം അതിവിശേഷമായി ആചരിക്കുന്നു. അർച്ചനകൾ, ധാര, പൂജകൾ, നിവേദ്യങ്ങൾ എന്നിങ്ങനെ ഒത്തിരി വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ഉപദേവതമാർക്കും വഴിപാടുകൾ ചെയ്യുവാൻ സാധ്യമാണ്. അപമൃത്യുഭയം വിട്ടുമാറാനും ദീർഘായുസ് ഉണ്ടാകുവാനും ഇവിടെ 41 ദിവസം മുടങ്ങാതെ ദർശനം നടത്തുന്നത് അതിശ്രേഷ്ഠമാണ് എന്നൊരു വിശ്വാസം ഭക്തജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഗ്രാമീണ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന 108 ശിവാലയങ്ങളിൽ ഉൾപ്പെട്ട ഈ മഹാദേവ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പൗരാണികത അനുമാനിക്കപ്പെടുന്നു. അഷ്ടമൂർത്തിയായ, പശുപതിയായ, കൈലാസനാഥനായ, മൃത്യുഞ്ജയനായ, അഘോരമൂർത്തിയായ മഹാദേവൻ 3 ശിവലിംഗങ്ങളിൽ വാണരുളുന്ന ഈ പുണ്യപുരാതന ഭൂമി ശിവമയമാണ്. ശാശ്വതമായ ശാന്തിയും പരമാനന്ദവും സമാധാനവും പ്രവഹിപ്പിക്കുന്ന ഈ പുണ്യപുരാതന ഭൂമി തീർച്ചയായും വന്ന് കണ്ട് അനുഭവിക്കേണ്ടത് തന്നെയാണ്. ഇത്തരം പുണ്യഭൂമികളിലൊക്കെ എത്തിച്ചേരുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ആ ആനന്ദത്തിന് അതിരുകളില്ല എന്നതാണ് സത്യം. ഈ പുണ്യപുരാതന ഭൂമിക്ക് ശതകോടി സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഉച്ചരിച്ച ഓരോ അക്ഷരവും അഷ്ടമിച്ചിറയിൽ വാഴുന്ന പ്രപഞ്ചപിതാവിന്റെ ഏറെ പ്രിയപ്പെട്ട പൊന്നു തൃപ്പാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിച്ചുകൊള്ളുന്നു. അമ്പിളിത്തുമ്പയും ആകാശഗംഗയും അൻപോടണിഞ്ഞ പുരീജടയും ചൊൽക്കൊണ്ട സർപ്പാഭരണം ധരിക്കുന്ന തൃക്കൈകളും തിരുമാറിടവും അർക്കനും ചന്ദ്രനും ഉൾക്കൊണ്ടു ശോഭിക്കും തൃക്കണ്ണു 2 മാനാസികയും സാന്ദ്രസ്മിതദ്യുതി ചാരുതരമുഖ ചന്ദ്രപ്രകാശവും കാണാകണം. ഈശനാം ദേവന്റെ കേശാദിപാദാന്തമാശയം തന്നിൽ വിളങ്ങിടേണം. പാർവതീ വല്ലഭ പാപവിമോചന സർവകാലാനന്ദ പാലയമാ. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിച്ചുകൊള്ളുന്നു. നമഃ പാർവതീപദേ. ഹര ഹര മഹാദേവ. ഓം നമഃ ശിവായ.